ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ആ സ്വാമി പറഞ്ഞത് വിശ്വസിച്ച് അരുന്ധതിക്കും വിസ്മയ്ക്കും വേണ്ടി വീണ്ടും പാടാൻ പോവുകയാണ് ശ്യാമ. ഇത്തവണയും അഖിലിനോട് കള്ളം പറഞ്ഞാണ് ശ്യാമ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ കൃത്യസമയത്ത് തന്നെ അരുന്ധതിയുടെ അടുത്ത് എത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ശ്യാമയും അരുന്ധതിയും കൂടി ടെൻഷനോടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. വസുന്ധരയെ കണ്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുന്ധതിയും ശ്യാമയും. അല്ല, ശ്യാമ എന്താ ഇവിടെ എന്ന് വസുന്ധര ചോദിക്കുന്നു. ഇത് കേട്ട് എന്ത് പറയുമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് അഖില് വീട്ടിലേക്ക് വരുന്നതാണ്. ശ്യാമ എന്തിയെ കണ്ടില്ലല്ലോ എന്ന് അഖില് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? നീ ഓഫീസിൽ പോയതിന്റെ പിന്നാലെ തന്നെ ശ്യാമയും പോയതാണല്ലോ. ഇതുവരെ അവൾ തിരിച്ചെത്തിയിട്ടില്ല. ദേ ഐശ്വര്യടത്തി, ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ശ്യാമ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അഖില് ശ്യാമയുടെ പേര് വിളിക്കുകയാണ്. തുടർന്ന് അപ്പച്ചി പറയുകയാണ്, മോനെ, ഐശ്വര്യ പറഞ്ഞത് ശരിയാണ്. ശ്യാമമോള് രാവിലെ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഇത് കേൾക്കുന്ന അഖില് ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമയും ഒപ്പം വസുന്ധരയും. അല്ല ശ്യാമേ, താൻ എവിടെ പോയിരുന്നു എന്ന് അഖില് ചോദിക്കുമ്പോ വസുന്ധര പറയുകയാണ്, ശ്യാമ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. വിസ്മയയുടെ പാട്ട് കേൾക്കാനും കമ്പനി കൂടാനുമൊക്കെയാ ശ്യാമ വന്നത്. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിലേക്ക് ചെല്ലുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഖില്. എനിക്കിപ്പോ എന്താ തോന്നുന്നതെന്ന് തനിക്കറിയാമോ? എന്റെ മനസ്സ് ഇപ്പൊ എന്നോട് പറയുന്നത് പോയി തൂങ്ങിച്ചാകാനാണ്. ഇത്രയും പറഞ്ഞ് അഖില് ദേഷ്യത്തോടെ നിൽക്കുമ്പോ അഖിലിന്റെ ദേഷ്യം താങ്ങാനാകാതെ ശ്യാമ തന്റെ കണ്ണന്റെ മുന്നിൽ തന്റെ കയ്യിൽ കർപ്പൂരം കത്തിക്കുകയാണ്. തുടർന്ന് ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖില്. പെട്ടെന്ന് തന്നെ ശ്യാമയുടെ കയ്യിൽ നിന്നും അഖില് കർപ്പൂരം തട്ടിമാറ്റുമ്പോൾ ബോധരഹിതയായി താഴേക്ക് വീഴുകയാണ് ശ്യാമ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.